സത്യത്തിൽ എന്താണ് ഈ മുല്ലപ്പെരിയാറിന്റെ യഥാർത്ഥ പ്രശ്നം? നമ്മളൊക്കെ ജനിച്ചാൽ മരിക്കുമെന്ന് ഉറപ്പാണ്. പക്ഷെ ഇന്ന് വരെ മരിച്ചില്ല എന്ന് പറഞ്ഞ് ഇനി നമ്മൾ മരിക്കുകയില്ല എന്നൊരു ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ ഈ പറയുന്ന വാദവും നമുക്ക് അംഗീകരിക്കാം. മനുഷ്യനിർമ്മിതമായ എന്തും ഒരിക്കൽ നശിച്ചേ പറ്റും. കാരണം സ്വാഭാവികമായി ഒഴുകേണ്ട നദിയാണ്. അതിൻ്റെ സ്വാഭാവികമായ ഒഴുക്കിനെ വേറൊരു നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് തിരിച്ചു വിടുമ്പോൾ എത്രയായാലും അവിടെ ഒരു മസിൽ പിടുത്തം ഉണ്ടാവും, ഒരു ഫൈറ്റ് ഉണ്ടാവും. ആ ഫൈറ്റിന് എന്തെങ്കിലും ഒരു പ്രത്യാഘാതം ഉണ്ടാവും. എന്തുകൊണ്ടാണ് ഈ കോടതിയിൽ കേരളത്തിന് ഇത് കൃത്യമായി വാദിക്കാൻ പറ്റാത്തത്? കേരളത്തിന് താല്പര്യമില്ലാത്തതുകൊണ്ടെന്നേ ആദ്യം പറയാൻ പറ്റുള്ളൂ. ഒരുമാതിരിപ്പെട്ട ഒരു മഴ പെയ്യുവാണെങ്കിൽ ഒരു 10,000 കനേടി ഒരു സെക്കൻഡിൽ ഡാമിലേക്ക് ഒഴുകി എത്തും. ഇൻഫ്ലോ എന്ന് പറയും. അത്രയാണ് ഡാമിലേക്ക് വന്നിങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വന്നത് വൃഷ്ടി പ്രദേശത്ത് നിന്ന് പെയ്ത് അണക്കെട്ടിലേക്ക് ഒഴുകി എത്തുന്നത്. ആ സ്ഥാനത്ത് ഇത് 10,000 വരുന്നു. ആ സ്ഥാനത്ത് ആകെ ഇവിടെ വന്ന് കൊണ്ടുപോകാവുന്ന 2,100 ഉള്ളെന്ന് പറയുമ്പോൾ എത്രയുണ്ട്? 20% നമുക്ക് പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതാണ് അപകടം. നമസ്കാരം, നേഷൻ ഫസ്റ്റിലേക്ക് സ്വാഗതം. നേഷൻ ഫസ്റ്റിൽ ഇന്ന് അതിഥിയായുള്ളത് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ PS സോമനാഥൻ സാറാണ്. സാർ നമസ്കാരം. നമസ്കാരം. മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ 1-2 എപ്പിസോഡുകളൊക്കെ ചെയ്തു. ഇത് കുറച്ച് പേരൊക്കെ കാണുകയും കുറേ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയൊക്കെ ചെയ്തു. ഈ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് പ്രചരിച്ചു വരുന്ന വലിയൊരു വീഡിയോ ആണ്. അതായത് എല്ലാ മഴക്കാലത്തും മുല്ലപ്പെരിയാർ ചർച്ചയാകാറുണ്ട്, അല്ലെങ്കിൽ അതിൽ സ്ഥിരമായി ഇൻ്റർവ്യൂകൾക്ക് വരുന്ന ചില മുഖങ്ങൾ. ഇവരൊക്കെ പലരും പറഞ്ഞത് മുല്ലപ്പെരിയാർ ഡാമിന് ഒടിവ് സംഭവിച്ചിരിക്കുന്നു, പൊട്ടൽ സംഭവിച്ചിരിക്കുന്നു, അത് തകരാനുള്ള സാധ്യതയുണ്ട്. ഈ വീഡിയോകളൊക്കെ ഇങ്ങനെ വരുന്ന സമയത്ത് ഇതിൻ്റെ കമൻറ്റ് ബോക്സുകൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. നമ്മുടെ നാട്ടുകാർ പറയുന്നതാണ് 10-15 വർഷം കൊണ്ട് ഇത് പറയുന്നു, ഇതുവരെ പൊട്ടിയില്ലല്ലോ, ഇത് വെറുതെ ജനങ്ങളെ പാനിക് ആക്കാൻ വേണ്ടി പറയുന്നതാണ് എന്നാണ്. സത്യത്തിൽ എന്താണ് ഈ മുല്ലപ്പെരിയാറിൻ്റെ യഥാർത്ഥ പ്രശ്നം? നമ്മൾ നേരത്തെ സംസാരിച്ച് വന്ന ചില വിഷയങ്ങൾക്ക് ഇതിനൊരു തുടർച്ചയുണ്ടാകും. ചിലപ്പോൾ ഒന്ന് ആവർത്തിക്കേണ്ടി വരും. ഇത് പല കാര്യങ്ങളും പറഞ്ഞ് എന്നാലേ അതിൻ്റെ ഒരു പൂർണ്ണത വരുള്ളൂ. ഈ ഒടിഞ്ഞിരിക്കുകയാണ്, പൊട്ടിയിരിക്കുകയാണ് ഒക്കെ എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട് നമുക്ക് പ്രഥമ ദൃഷ്ട്യാ യോജിക്കാൻ കഴിയില്ല. അതിൻ്റെ കാരണങ്ങളുണ്ട്. ഞാൻ വിശദമാക്കി പറയാം. പിന്നെ ഇതുവരെ പൊട്ടിയില്ലല്ലോ, അതുകൊണ്ട് ഇനി 15 വർഷമായിട്ട് 15 വർഷമായിട്ട് പൊട്ടായിരിക്കും നമ്മുടെയൊക്കെ ഭാഗ്യം, ആരുടെയൊക്കെയോ ആയുസിൻ്റെ ബലം കൊണ്ടാണെന്ന് കരുതിയാൽ മതി. ഇതൊരിക്കലും തകരാത്ത ഒരു അത്രമാത്രം സവിശേഷതയുള്ള ഒരു നിർമ്മിതിയൊന്നുമില്ല. ഇത് മനുഷ്യനിർമ്മിതി തന്നെയാണ്. അത് പ്രത്യേകിച്ച് ഈ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് ഒഴുകിയ ഒരു നദിയെ തടഞ്ഞു നിർത്തി കിഴക്കോട്ട് തിരിച്ചുവിടുന്ന ഒരു പ്രകൃതി വിരുദ്ധ പ്രതിഭാസവും കൂടെ. അപ്പോൾ അതിനൊരു പരിധിവരെ പ്രകൃതിയും ക്ഷമിക്കുകയുള്ളൂ. കാരണം സ്വാഭാവികമായി ഒഴുകേണ്ട നദിയാണ്. അതിൻ്റെ സ്വാഭാവികമായ ഒഴുക്കിനെ വേറൊരു നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് തിരിച്ചു വിടുമ്പോൾ എത്രയായാലും അവിടെ ഒരു മസിൽ പിടുത്തം ഉണ്ടാവും, ഒരു ഫൈറ്റ് ഉണ്ടാവും. ആ ഫൈറ്റിന് എന്തെങ്കിലും ഒരു പ്രത്യാഘാതം ഉണ്ടാവും. അതുകൊണ്ട് ഒരിക്കലും ഇത് അവസാനിക്കാത്തൊരു പ്രശ്നമൊന്നുമല്ല, എന്തെങ്കിലുമൊക്കെ അവസാനിക്കും. ഇതുവരെ പൊട്ടിയില്ല എന്ന് പറയുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞത് തന്നെയാണ് എനിക്ക് ആവർത്തിച്ച് പറയാനുള്ളത്. നമ്മളൊക്കെ ജനിച്ചാൽ മരിക്കുമെന്ന് ഉറപ്പാണ്. പക്ഷേ ഇന്ന് വരെ മരിച്ചില്ല എന്ന് പറഞ്ഞ് ഇനി നമ്മൾ മരിക്കുകയില്ല എന്നൊരു ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ ഈ പറയുന്ന വാദവും നമുക്ക് അംഗീകരിക്കാം. മനുഷ്യനിർമ്മിതമായ എന്തും ഒരിക്കൽ നശിച്ചേ പറ്റും. തീർച്ചയായും. അല്ലെങ്കിൽ അത് നമ്മൾ ആ കാലാകാലങ്ങളിൽ റിനോവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെയാണല്ലോ എല്ലാ കാര്യങ്ങളും. അങ്ങനെയല്ലേ? ഒന്ന് കാലഘട്ടത്തിനനുസരിച്ച് ടെക്നോളജി മാറുമ്പോൾ ടെക്നോളജിക്കനുസരിച്ച് ഡെവലപ്പ് ചെയ്യണം. ഇതെല്ലാം ആവശ്യമുണ്ട്. എന്നാൽ മാത്രമേ നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോഴും അതിൻ്റെ ഡിസൈനിൽ വ്യത്യാസം വരും, നിർമ്മിതിക്ക് ഉപയോഗിക്കുന്ന മെറ്റീരിയലിൽ വ്യത്യാസം വരും. ഇതെല്ലാം മാറ്റിയാണ് നമ്മൾ ഏതൊരു നിർമ്മിതിയും നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. മുല്ലപ്പെരിയാർ മാത്രം ഇതിനൊക്കെ വ്യത്യസ്തമായിട്ട് 100-130 വർഷം മുമ്പുണ്ടാക്കി വെച്ച നിർമ്മിതിയിൽ അതിന് അഡീഷണൽ സപ്പോർട്ട് കൊടുത്തിരിക്കുന്ന അതുതന്നെ ഇപ്പം 30 വർഷമാകുന്നു. അതിൻ്റെ ഒരു ബലത്തിൽ 999 വർഷം നിന്നോളും എന്ന് വാദിക്കുന്നവരോട് നമുക്കൊന്നും പറയാനില്ല. അവരോട് നമ്മൾ തർക്കിച്ചിട്ട് കാര്യമില്ല. വിനാശകാല വിപരീത ബുദ്ധി വരുമ്പോൾ അനുഭവിക്കാം. അതെ, 999 വർഷക്കാലത്തേക്ക് മനുഷ്യനിർമ്മിതമായൊരു ഡാം പാട്ടത്തിന് കൊടുക്കുക, അല്ലെങ്കിൽ ആ ഒരു സ്ഥലം പാട്ടത്തിന് കൊടുക്കുക, അതിൻ്റെ ചരിത്രങ്ങളൊക്കെ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടതാണ്. നിലവിൽ വളവില്ല എന്ന വാദമുഖത്തിലാണല്ലോ നമ്മൾ നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിലവിൽ മുല്ലപ്പെരിയാർ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? ഏറ്റവും വലിയ ഭീഷണി എന്താ? മുല്ലപ്പെരിയാർ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത് അതിൻ്റെ പ്രായാധിക്യം തന്നെയാണ്.
ഇത്രയും വർഷം കഴിഞ്ഞ ഒരു അണക്കെട്ട് ഇനിയും അതിൻ്റെ ആ യൗവനത്തിലേക്ക് അതിനെ തിരിച്ചു കൊണ്ടുപോകാൻ, അതായത് ഇത് നിർമ്മിച്ചത് ഡിസൈൻ ലെവൽ എന്ന് പറയുന്നത് 155 അടി ഹൈറ്റിൽ വെള്ളം സംഭരിക്കാവുന്നതാണ്. അത് 100 വർഷത്തേക്ക് എന്ന് ബ്രിട്ടീഷുകാർ തന്നെ രേഖപ്പെടുത്തിയിട്ടില്ലേ? അല്ല, അങ്ങനെയല്ല. അതങ്ങനെയല്ല, ഞാൻ പറയാം. ഈ അണക്കെട്ട് നിർമ്മിക്കുമ്പോൾ ആ അണക്കെട്ടിലെ സംഭരണശേഷി എന്ന് പറയുന്നത്, അതിൻ്റെ ഡിസൈൻ ലെവൽ എന്ന് പറയുന്നത് 155 അടിയാണ്. 155 അടി സംഭരിച്ചിട്ടുണ്ട്, ആദ്യകാലങ്ങളിൽ 155 അടി സംഭരിച്ചിട്ടുമുണ്ട്. ആ അണക്കെട്ടിന് ബലക്ഷയം ഉണ്ടായെന്ന് കണ്ടെത്തിയപ്പോഴോ അതിൻ്റെ വാട്ടർ ലെവൽ 136 അടിയിലേക്ക് 1979. അതിനു മുമ്പ് നേരെ 155 156 വരിക, അല്ല 36 വരികയല്ല, ഇടയ്ക്ക് 152 താഴ്ത്തി, അവിടെ 145 കുറച്ചു. അത് കഴിഞ്ഞിട്ടാണ് 1979 സെൻട്രൽ വാട്ടർ കമ്മീഷൻ്റെ പരിശോധനയൊക്കെ കഴിഞ്ഞിട്ട് ഡാമിലെ വാട്ടർ ലെവൽ അടിയന്തരമായി താഴ്ത്തുകയും കുറേ അറ്റകുറ്റപ്പണികൾ നിർദ്ദേശിക്കുകയൊക്കെ ചെയ്തത്. അന്നത്തെ ഡോക്ടർ കെ സി തോമസിൻ്റെ നേതൃത്വത്തിലുള്ള സെൻട്രൽ വാട്ടർ കമ്മീഷൻ വന്ന് പരിശോധിക്കുന്നു. അപ്പോൾ അന്ന് ഇത് 136 അടിയായി താഴ്ത്തണം എന്ന് പറഞ്ഞത് 155 അടി കപ്പാസിറ്റിയുള്ള അണക്കെട്ടിന് ഇനി ആ കപ്പാസിറ്റി താങ്ങാൻ കഴിയില്ല എന്നവർക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണല്ലോ. അതിനുശേഷം ചില അറ്റകുറ്റപ്പണികളൊക്കെ നടത്തി. അറ്റകുറ്റപ്പണി നടത്തി കഴിഞ്ഞിട്ട് വീണ്ടും ഈ സുപ്രീം കോടതി വ്യവഹാരങ്ങൾക്കൊക്കെ ശേഷം 142 അടി വരെ ഉയർത്തുന്നതിനുള്ള ഒരു അനുമതി സുപ്രീം കോടതി നൽകിയിട്ടുണ്ട്. സാങ്കേതികമായി അത് ലാൻഡ് ഓഫ് ലോ ആണ്, നമുക്ക് വേറെ തർക്കിക്കാനൊന്നും പറ്റില്ല. സുപ്രീം കോടതി വിധി വന്നു കഴിഞ്ഞ കാര്യമാണ്. പക്ഷെ അതിനകത്ത് പല കാര്യങ്ങളുണ്ട്, നമ്മൾ പുനഃപരിശോധിക്കേണ്ട പല കാര്യങ്ങളുണ്ട്, സുപ്രീം കോടതിയെ പോലും ബോധ്യപ്പെടുത്തേണ്ട പല കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ഈ കേസ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് വന്ന പോരായ്മകളും വീഴ്ചകളുമാണ്. അതിലേക്ക് നമുക്ക് വരാം. മറ്റൊന്ന്, അന്ന് ഇത്രയും പഴക്കമുള്ളൊരു ഡാം 155 നിന്ന് 136 താഴ്ത്തിയത് ഇപ്പോൾ 100 കിലോ ഭാരം എടുക്കുന്ന ഒരു ചുമട്ട് തൊഴിലാളി, അദ്ദേഹത്തിന് കുറേ പ്രായമൊക്കെ ആയി കഴിഞ്ഞാൽ, നല്ല യൗവനത്തിൽ അദ്ദേഹം 100-150 കിലോ ചുമക്കും. ഒരു 70 വയസ്സായി കഴിഞ്ഞപ്പോഴും വീണ്ടും അദ്ദേഹത്തിൻ്റെ തലയിലേക്ക് ഒരു 100-150 കിലോയുടെ ഭാരം എടുത്ത് വെച്ച് കൊടുത്താൽ എങ്ങനെ ഇരിക്കും? മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ സംബന്ധിച്ചിടത്തോളം പ്രായം ചെല്ലുന്തോറും അതിൻ്റെ ക്യാരിങ് കപ്പാസിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അല്ല അതിൻ്റെ ശേഷി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ നിർമ്മിതിയുടെ ബലം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും ഇനി അത് 152 അടിയിലേക്ക് അല്ലെങ്കിൽ പഴയ ലെവലിലേക്ക് ഉയർത്തണമെന്ന് പറയുന്നത് അത്യന്തം ദുരന്തമുള്ളൊരു കാര്യമാണ്. അത് വളരെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നൊരു പ്രശ്നമാണ്. അതാണിപ്പോൾ നേരിടുന്ന പ്രശ്നം. തമിഴ്നാടിൻ്റെ വാദം 152 55 എന്നുള്ളവർ വിട്ടു 152 അടിയിലേക്ക് ഉയർത്തണം. കേരളം പറയുന്നത് ആ 152 അടിയിലേക്ക് ഉയർത്തിയാൽ അത് അണക്കെട്ടിന് തകർച്ചയുണ്ടാവും, ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവനും സ്വത്തിനും നാശം ഉണ്ടാവും എന്ന് പറയുന്നു. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും യോജിപ്പിലെത്താത്ത ഒരു തർക്ക വിഷയമായിട്ട് ഇപ്പോഴും ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു. അതാണ് അറ്റ് പ്രസന്റ് ഇതിൻ്റെ പ്രശ്നം. അല്ല, എന്തുകൊണ്ടാണ് ഈ കോടതിയിൽ കേരളത്തിന് ഇത് കൃത്യമായി വാദിക്കാൻ പറ്റാത്തത്? കേരളത്തിന് താല്പര്യമില്ലാത്തതുകൊണ്ടെന്നേ ആദ്യം പറയാൻ പറ്റുള്ളൂ. അത് അങ്ങനെയാണ്. നമ്മളിതിൻ്റെ ചരിത്രവും വർത്തമാനകാലവും ഒക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെയാണ്. കേരളത്തിന് താല്പര്യമില്ല ഈ വിഷയത്തിൽ. കാലാകാലങ്ങളിൽ മാറി മാറി ഭരിക്കുന്ന കേരള സർക്കാരിന് ഈ വിഷയത്തിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ജനങ്ങൾ ഇളകുമ്പോൾ, അല്ല ജനങ്ങൾ പാനിക്കാവുമ്പോൾ അതിനെന്തെങ്കിലും ഒരു മറുപടി പറഞ്ഞു പോകുക എന്നുള്ളതല്ലാതെ ശാശ്വതമായിട്ടൊരു പ്രശ്നം പരിഹരിക്കണം എന്നുള്ളൊരു താല്പര്യം ഗവൺമെൻറ്റിന് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് നമ്മളിതിനകത്ത് പിന്നോട്ട് പരാജയപ്പെടുന്നത്. അതായത് സുപ്രീം കോടതിയിൽ 2 കേസിൽ നമ്മൾ പരാജയപ്പെട്ടു. ആ 2 കേസിലും കേരളം എന്ന് പറയുന്നത് പ്രതിപക്ഷമാണ്, പ്രതിയാണ്. കേരളം ഒരു കേസും ഫയൽ ചെയ്തിട്ടില്ല. കൗണ്ടർ കേസ് എന്നുള്ളതല്ല. ആദ്യത്തെ കേസ് ഉണ്ടാകുന്നത്, അത് ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞാണെങ്കിൽ ചരിത്രം ഒന്നുകൂടെ ആവർത്തിക്കും. ആദ്യത്തെ കേസ് ഉണ്ടാകുന്നത് ഒരു സംഘടന, മുല്ലപ്പെരിയാർ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ഫോറം എന്ന് പറയുന്ന ഒരു സംഘടന കൊടുത്ത കേരള ഹൈക്കോടതിയിലൊരു കേസ്, മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് ഉയർത്താൻ പാടില്ല. അതായത് 1979 ശേഷം അറ്റകുറ്റപ്പണികളൊക്കെ നടത്തിയതിന് ശേഷം അത് അവർ കംപ്ലീറ്റ് ചെയ്തു. ഇനി പഴയതുപോലെ ജലനിരപ്പ് ഉയർത്തണമെന്ന് തമിഴ്നാട് ആവശ്യപ്പെട്ടപ്പോൾ അത് സംബന്ധിച്ചുള്ള ചില വാദപ്രതിവാദങ്ങളൊക്കെ ഇങ്ങനെ പുറത്ത് നടക്കുമ്പം അങ്ങനെ വാട്ടർ ജല ലെവൽ ഉയർത്തുന്നതിനെ അനുകൂലിച്ച് തമിഴ്നാട്ടിലും എതിർത്തുകൊണ്ട് കേരളത്തിലും അഭിപ്രായങ്ങളുണ്ടായി. മാധ്യമങ്ങളിലുമൊക്കെ റിപ്പോർട്ടുകളുമൊക്കെ നിരന്തരം വന്നുകൊണ്ടിരുന്ന സമയത്ത് കുമളി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അന്ന് പ്രവർത്തിച്ചിരുന്നു. പക്ഷേ ഇന്ന് ആ സംഘടനയൊന്നുമില്ല. കേരള ഹൈക്കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്തു, മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർത്താൻ അനുവദിക്കരുത്. അതിന് അവർ ഉന്നയിച്ച കാരണങ്ങളൊക്കെ നമുക്ക് അത് വേണം പിന്നെ ചർച്ച ചെയ്യാം. അതേസമയം തമിഴ്നാട്ടിലെ കർഷകർ, ഈ മുല്ലപ്പെരിയാറിലെ ജലം കൊണ്ടുപോയി ഉപയോഗിക്കുന്ന തമിഴ്നാട്ടിലെ കർഷകർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മദ്രാസ് ഹൈക്കോടതിയിലും കേസ് കൊടുത്തു. ഈ 2 ഹൈക്കോടതികളിൽ 2 സ്റ്റേറ്റുകൾ തമ്മിലുള്ള കേസ് 2 ഹൈക്കോടതികളിൽ പരിഗണിച്ചാൽ
നീതിയുക്തമായൊരു വിധി ഉണ്ടാവില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സുബ്രഹ്മണ്യൻ സ്വാമി സുപ്രീം കോടതിയെ സമീപിച്ചു. അങ്ങനെ സുപ്രീം കോടതി സുബ്രഹ്മണ്യ സ്വാമിയുടെ ഹർജി ഫയലിൽ സ്വീകരിച്ചുകൊണ്ട് ഈ 2 സ്റ്റേറ്റ് ഹൈക്കോടതികളിലും ഉണ്ടായിരുന്ന കേസുകളെല്ലാം കൂടെ അങ്ങോട്ട് കോൾ ഫോർ ചെയ്യുമായിരുന്നു. അതിൽ കേരള ഗവൺമെൻറ്റിന് നോട്ടീസ് അയക്കുമ്പോഴാണ് കേരളം ഈ കേസിൻ്റെ കക്ഷിയാകുന്നത്. അതിൽ നമ്മൾ പരാജയപ്പെട്ടു. കാരണം തുടക്കത്തിൽ നമ്മുടെ വാദം എൻവയോൺമെൻറ്റലായിരുന്നു. എന്ന് വെച്ചാൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ജലനിരപ്പ് ഉയർത്തി കഴിഞ്ഞാൽ നമ്മുടെ വാദമല്ല, ഈ സംഘടനയുടെ വാദം അതായിരുന്നു. പ്രൈം പെറ്റീഷൻ അതാണല്ലോ. അതിനകത്ത് അവരുടെ വാദം എന്ന് പറയുന്നത് മുല്ലപ്പെരിയാർ അണക്കെട്ട് ജലനിരപ്പ് ഉയർത്തിയാൽ അവിടുത്തെ പരിസ്ഥിതിക്കുണ്ടാകുന്ന ആഘാതത്തെക്കുറിച്ചും അവിടുത്തെ വന്യമൃഗങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും ഒക്കെയാണ് അതൊരു അർത്ഥശൂന്യമായ വാദമായിരുന്നു. സുപ്രീം കോടതി അത് നന്നായി കണ്ണിക്കുകയും ചെയ്തു. കാരണം വെള്ളം ഉയർന്ന മൃഗങ്ങൾക്ക് സന്തോഷമേ ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ സുപ്രീം കോടതി അതിൻ്റെ ഫൈൻഡിങ്സ് പൂർത്തിയാക്കിയത്. അപ്പോൾ ആ കേസിൽ നമ്മൾ പരാജയം ഏറ്റുവാങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരു ഇച്ചിരി അതിബുദ്ധി കാണിച്ച് കേരളം. അതായത് ഈ കേസ് 2000 മുതലാണ് സുപ്രീം കോടതി നടക്കുന്നത്. അതിൻ്റെ വാദപ്രതിവാദങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് 2013 നമ്മുടെ സ്റ്റേറ്റിൽ ഒരു ഡാം സേഫ്റ്റി അതോറിറ്റി നിയമം പാസ്സാക്കി വെച്ചു. അത് കഴിഞ്ഞ് സുപ്രീം കോടതി വിധി 2013 ഡാം സേഫ്റ്റി അതോറിറ്റി നിയമം കേരളത്തിൽ പാസ്സാക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 2006 നമുക്കെതിരെ വിധി വരുന്നു. അതായത് തമിഴ്നാടിൻ്റെ വാദങ്ങളൊക്കെ അംഗീകരിച്ചുകൊണ്ട് ജലനിരപ്പ് 142 അടിയായി ഉയർത്താം എന്ന് അനുവദിച്ചുകൊണ്ടും ഭാവിയിൽ ബാക്കിയുള്ള കുറേ അറ്റകുറ്റപ്പണികൾ ബാലൻസ് ഉണ്ട് അതുകൂടി നടത്തിയതിന് ശേഷം ബേബി ഡാമിൻ്റെ ബലപ്പെടുത്തൽ ഉൾപ്പെടെ കുറേ കാര്യങ്ങളുണ്ട്. അതുകൂടി നടത്തിയതിന് ശേഷം ഡിസൈൻ ലെവലായ 152 ഉയർത്താം, ഒരു എക്സ്പെർട്ട് കമ്മിറ്റി പരിശോധിച്ചിട്ട് ഉയർത്താം എന്ന് പറഞ്ഞിട്ടാണ് 2006 വിധി വരുന്നത്. അപ്പോൾ അതിന് നമ്മളൊരു പുനഃപരിശോധനാ ഹർജി സുപ്രീം കോടതി കൊടുത്തെങ്കിലും സുപ്രീം കോടതി ഫയൽ സ്വീകരിച്ചില്ല, തള്ളിക്കളയുക ചെയ്തത്. അപ്പം ചെയ്തത് നിയമസഭ കൂടിയിട്ട് പ്രത്യേക സമ്മേളനം വിളിച്ചു കൂട്ടി എല്ലാ കക്ഷികളും കൂടെ ചേർന്നിട്ട് ഐകകണ്ഠേന ഒരു പ്രമേയം പാസ്സാക്കിയിട്ട് നമ്മുടെ ഈ ഡാം സേഫ്റ്റി അതോറിറ്റി ആക്ട് ഉണ്ടല്ലോ 2003 അത് ഭേദഗതി ചെയ്തിട്ട് സംസ്ഥാനത്തുള്ള എല്ലാ അണക്കെട്ടുകളുടെയും ഈ സംസ്ഥാനത്തിൻ്റെ അതിർത്തിക്കുള്ളിൽ വരുന്ന എല്ലാ അണക്കെട്ടുകളുടെയും അത് നിലനിർത്താനോ അത് ഡീകമ്മീഷൻ ചെയ്യാനോ അതിൻ്റെ ഭരണ മേൽനോട്ട ചുമതലകൾ മുഴുവൻ ഈ അതോറിറ്റിയുടെ കീഴിലാക്കിക്കൊണ്ട് നിയമം ഭേദഗതി ചെയ്തു. നിയമസഭ പാസ്സാക്കി. അതിനകത്ത് 1-ാം നമ്പറായിട്ട് മുല്ലപ്പെരിയാർ അണക്കെട്ട് എഴുതി ചേർത്തു. അതുവരെ നമ്മുടെ അണക്കെട്ടിൻ്റെ പട്ടികയിൽ മുല്ലപ്പെരിയാർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൂടി അങ്ങ് എഴുതി ചേർത്തു. കാരണം കേരളത്തിലാണ് ഈ അണക്കെട്ടിരിക്കുന്നതെങ്കിൽ തമിഴ്നാടിൻ്റെ ഉടമസ്ഥാവകാശത്തിൽ. അതുകൊണ്ട് ആദ്യത്തെ നിയമത്തിൽ അത് പറഞ്ഞിട്ട് രണ്ടാമത് ലിസ്റ്റ് ചെയ്തപ്പം 1-ാമത്തെ ലിസ്റ്റായിട്ട് മുല്ലപ്പെരിയാർ എഴുതി ചേർത്തു. അപ്പോൾ തമിഴ്നാട് ഇത് ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയെ സമീപിച്ചു. ഇത് കോടതിയെ ധിക്കരിക്കാൻ വേണ്ടിയിട്ട്, കോടതി വിധി മറികടക്കാൻ വേണ്ടിയിട്ട് കേരളം ബോധപൂർവം ചെയ്ത ഒരു കുരുട്ടുകുത്തിയാണെന്നുള്ള നിലയിൽ ഈ കേസ് രണ്ടാമത് കൊടുക്കുന്നു. ആ കേസിൽ കോടതിയും നമ്മളോടൊരു വൈരാഗ്യബുദ്ധിയോടെയാണ് പെരുമാറിയത്. കാരണം കോടതിയെ ധിക്കരിക്കാനുള്ള ഒരു ശ്രമമാണ് കേരളം നടത്തിയതെന്നുള്ള ഒരു കാഴ്ചപ്പാട്, ഒരു മുൻവിധി, അതിൻ്റെ ആ വിധി വായിച്ചു വരുമ്പോൾ നമുക്ക് പലയിടത്തും കാണാം. ഈ ഡാം സേഫ്റ്റി അതോറിറ്റി നിയമം ഭേദഗതി ചെയ്ത നിങ്ങൾ എന്തുകൊണ്ട് ഡാം സേഫ്റ്റി അതോറിറ്റി നിയമം ഉണ്ട് എന്ന് ആ പഴയ കേസിൻ്റെ വാദത്തിനിടയിൽ ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. അത് കോടതി അങ്ങനെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. 2014 വന്ന 2-ാമത്തെ വിധിയിൽ കോടതി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഈ 2014 വിധി വരുന്ന, അതായത് ഈ തമിഴ്നാട് കൊടുത്തിരിക്കുന്ന കേരളത്തെ പ്രതിയാക്കിക്കൊണ്ട് രണ്ടാമത് കൊടുത്ത ഈ കേസിൽ കുറേ പുതിയ വാദങ്ങൾ വന്നു. അതിലൊന്ന് ഈ കരാറിൻ്റെ നിയമസാധുത ചോദ്യം ചെയ്യപ്പെട്ടു. അണക്കെട്ടിൻ്റെ താഴ്വരയിലെ ജനങ്ങളുടെ ആശങ്ക, പിന്നെ മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് താഴ്ത്തി നിർത്തിയ കാലഘട്ടത്തിൽ തമിഴ്നാടിനുണ്ടായിട്ടുള്ള നേട്ടം, കോട്ടമല്ല നേട്ടം, കൂടുതൽ ഏരിയ ഇറിഗേറ്റ് ചെയ്യാനൊക്കെ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ കണക്കുകളൊക്കെ വെച്ചിട്ട് കേരളം വാദിച്ചു നോക്കി. പക്ഷെ അതൊന്നും കോടതി അങ്ങ് ഏറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കോടതിക്ക് മുമ്പിൽ കേരളം തെറ്റുകാരാണ്. കോടതിയെ ധിക്കരിക്കാൻ വേണ്ടിയിട്ട് ഒരു മറുകെട്ടോ അല്ലെങ്കിൽ എന്താണ് കുറുക്കുവഴി സ്വീകരിച്ചവരാണ്. അപ്പം ആ ഒരു രീതിയിൽ ആ കേസിൽ നമ്മൾ തോക്കുക ചെയ്തത്. അന്ന് ഈ രണ്ടാമത്തെ കേസിൽ നമുക്കെതിരെ വിധി വരുമ്പോഴും 142 അടിയായിട്ട് ഉയർത്താനായിട്ട് പഴയതുപോലെ തന്നെ 142 അടിയായിട്ട് ഉയർത്താനൊക്കെ അനുമതി കൊടുത്തുകൊണ്ട് വിധി വരുമ്പോഴും അതിനകത്ത് സുപ്രീം കോടതി അവസാനം പറഞ്ഞു വെച്ചിട്ടുണ്ട് ഈ 2 പരിഹാരം ദീർഘകാലത്തേക്ക്. കാരണം ആർക്കും അറിയാതെ 999 വർഷം നിൽക്കില്ലെന്നുള്ള കാര്യം അറിയാം. അപ്പോൾ ദീർഘകാല മുന്നോട്ട് പോകുമ്പോൾ ഇതിനൊരു പരിഹാരം എന്ന നിലയ്ക്ക് 2 സജഷൻസ് വെച്ചിരുന്നു.
അതിലൊന്ന് പുതിയ അണക്കെട്ട് നിർമ്മിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് ഒരു കനാലിൻ്റെ ഒരു വാദം ഉയർന്നു വന്നു. നിലവിലുള്ള അണക്കെട്ടിൽ ഇപ്പം 104 അടിക്കാണ് തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന കരാറ്. ബെഡ് ലെവൽ, അതിന് താഴേക്ക് ബെഡ് ലെവലാണ്. അത് എങ്ങോട്ടും എടുക്കാൻ പറ്റത്തില്ല, വെള്ളം അവിടെ തന്നെ കിടക്കും. അപ്പോൾ ആ 104 എന്നുള്ളത് താഴേക്ക് താഴ്ത്തിയിട്ട് 50 അടി, അതായത് താഴെ നിന്ന് 50 അടി മുകളിലേക്ക്. അപ്പം മുകളിൽ നിന്ന് 54 അടി താഴെ, അത് തന്നെ 54 അടി താഴേക്ക് താഴ്ത്തണം. താഴ്ത്തി പുതിയ കനാലുണ്ടാക്കി കൂടുതൽ വെള്ളം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയിട്ട് ഇവിടുത്തെ പ്രഷർ കുറയ്ക്കുക. ഇതാണ് രണ്ടാമത്തെ സജഷൻ. ഈ രണ്ട് കാര്യങ്ങളിലും കോടതി പറഞ്ഞത് നിങ്ങളിത് സംബന്ധിച്ച ഒരു ധാരണ, രണ്ട് സംസ്ഥാനങ്ങളും തമ്മിലൊരു ധാരണ എത്തിയിട്ട് കോടതിയിലേക്ക് വീണ്ടും വരിക. അപ്പോൾ കോടതി അതിനകത്ത് ഉചിതമായ തീരുമാനം എടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ 2014 ഇങ്ങനെ ഈ വിധി വന്നിട്ട് ഇന്ന് 12 വർഷമായി, 2026 നമ്മുടെ സ്റ്റേറ്റിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു ഇനിഷ്യേറ്റീവ്, ഈ കാര്യത്തിലൊരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഇനിഷ്യേറ്റീവ് എടുത്തായിട്ട് എൻ്റെ അറിവിലില്ല. എടുത്തിട്ടുണ്ടോ ഇല്ലയെന്ന് നമ്മൾ 100% പറയും. 50 അടിയിൽ നിന്ന് വെള്ളം തമിഴ്നാട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ ഒരു റിസ്ക് കുറഞ്ഞു കിട്ടുന്നു. അതായത് അതിൻ്റെ പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നിർമ്മാണ കാലഘട്ടത്തിലുണ്ടായിരുന്ന സാങ്കേതിക വിദ്യയുടെ കുറവ് കൊണ്ടാണോ അല്ലെ അന്നത്തെ ഒരു ചിന്ത ആ വഴിക്ക് പോകാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ 136 അടിക്ക് താഴെ, 136 സ്പിൽവേ നിൽക്കുന്നതുകൊണ്ട് 136 അടിക്ക് താഴെ വെള്ളം നിൽക്കുമ്പം 136 അടിക്ക് താഴെ എന്ന് പറയുമ്പോൾ 12 TMC വെള്ളം ഉണ്ടാവും അണക്കെട്ടിൽ. ഈ 12 TMC വെള്ളം അണക്കെട്ടിൽ നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ക്രൈസിസ് ഉണ്ടായാൽ, ഇപ്പോൾ നമുക്ക് സാധാരണ ഇപ്പോൾ നമ്മുടെ കസ്റ്റഡിയിലുള്ള എല്ലാ അണക്കെട്ടുകളെ സംബന്ധിച്ച് അതിൻ്റെ ഒരു റെഗുലേഷൻ അതോറിറ്റി നമ്മളാണെങ്കിൽ പെട്ടെന്നൊരു ക്രൈസിസ് വന്നാൽ വാട്ടർ ലെവൽ താഴ്ത്തണം, അടിയന്തരമായി താഴ്ത്തിയേ പറ്റൂ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങോട്ടെങ്കിലും ഇത് തുറന്നു വിടാൻ സാധിക്കും. ഈ മുല്ലപ്പെരിയാറിൽ അങ്ങനെ തുറന്നു വിടാൻ പറ്റില്ല. 136 അടിക്ക് താഴെ, 135.9 നിൽക്കുമ്പം പോലും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ വെള്ളം അവിടെ നിൽക്കും. അത് നമുക്ക് ഒഴിവാക്കണമെങ്കിൽ ആകെ ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ, തമിഴ്നാട്ടിലേക്ക് തന്നെ അത് വിടാൻ പറ്റുള്ളൂ. തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന ടണലിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് പെർ സെക്കൻഡ് 2100 കനേഡിയാണ്. 2100 കനേഡി വെച്ച് എത്ര മണിക്കൂർ നേരം കണ്ടിന്യൂസ് ആയിട്ട് ഒഴുക്കിയാലാണ് ഈ വാട്ടർ ലെവൽ താഴ്ത്താൻ പറ്റുക? അതായത് അതിൻ്റെ ഒരു സാധാരണ ഈ കനേഡിയുടെ കണക്കെന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് മനസ്സിലാവത്തില്ല. അതിന് മനസ്സിലാക്കാനൊരു കണക്ക് ഞാൻ പറയാം. ഒരുമാതിരിപ്പെട്ട ഒരു മഴ പെയ്യുവാണെങ്കിൽ ഒരു 10,000 കനേഡി ഒരു സെക്കൻഡിൽ ഡാമിലേക്ക് ഒഴുകി എത്തും. ഇൻഫ്ലോ എന്ന് പറയും. അത്രയാണ് ഡാമിലേക്ക് വന്ന് ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്, വൃഷ്ടി പ്രദേശത്ത് നിന്ന് പെയ്ത് അണക്കെട്ടിലേക്ക് ഒഴുകി എത്തുന്നത്. ആ സ്ഥാനത്ത് ഇത് 10,000 വരുന്നു. ആ സ്ഥാനത്ത് ആകെ ഇവിടെ നിന്ന് കൊണ്ടുപോകാവുന്ന 2100 ഉള്ളെന്ന് പറയുമ്പം എത്രയുണ്ട്? ഒരു 20% നമുക്ക് പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതാണ് അപകടം.